ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേറ്റ്സ് ആർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തിരുവനന്തപുരം കനകക്കുന്നിലാണ്. ഇവിടെ ഒരുമയുടെ പൂരം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഈ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനി അപ്പോൾ എന്താണെന്ന് അകത്തേക്കൊന്ന് കയറി കണ്ടിട്ട് വരാം. 2025 സഹകരണ എക്സ്പോയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും പ്ലാസ്റ്റിക് ഉപകരണങ്ങളും വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, കുപ്പിയുടെ അടപ്പാണ്, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടപ്പാണ്. ഇത് ഒരു തണ്ണിമത്തന്റെ ഷേപ്പിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരോ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ചെയ്തേക്കുന്ന ആന കണ്ടില്ലേ, നമ്മുടെ കന്നാസിനെ ആനയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്തേക്കുന്നത്. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കനകക്കുന്നിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് കുറേയേറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിച്ചിട്ട് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ, അതൊക്കെ വെച്ചിട്ട് കുറേ ഷേപ്പുകൾ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു ദിനോസറിന്റെ ഒരു രൂപം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റ് വെച്ചിട്ടാണ്. അത് രാത്രിയിൽ കണ്ടാലേ അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടെത്തു വരാം. ഇത് കണ്ടിട്ട് ഒരു ചവറുകൂനയാണെന്ന് ആരും കരുതണ്ട. ഈ ഒരു ചവറുകൂനയിൽ നിന്ന് നല്ലൊരു ഷേപ്പ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ തന്നെ കണ്ടത് ഒരു ആനയൊക്കെ വെച്ചിട്ട് കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സംഭവം. ഇപ്പോൾ അതാ നോക്കി, ഫുൾ വേസ്റ്റ് മെറ്റീരിയലാണ്. വേസ്റ്റ് എന്ന് പറയുമ്പോൾ പഴയ പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, പഴയ ബാഗ്, പിന്നെ കണ്ണാടിയുടെ ഒക്കെ ഫ്രെയിം, അങ്ങനെ സകലമാന ചപ്പുചവറും വെച്ചിട്ടാണ് ഈ ഒരു ഷാർക്ക്. കണ്ടിട്ട് ഷാർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഷാർക്കാണോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് എനിക്ക് ഷാർക്കാണെന്നാണ് തോന്നിയത്. അപ്പോൾ ആ ഒരു മോഡൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പുകൾ, വെറും അടപ്പുകൾ മാത്രം വെച്ചിട്ട് 1-2-3-4 മീനുകൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഊണ് കഴിക്കുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് സിൽവർ കളർ ഡിസ്പോസിബിൾ, അത് വെച്ചിട്ട് അവിടെ മനോഹരമായിട്ട് ഒരു ഒക്ടോപസിനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് പല കളറുള്ള പ്ലാസ്റ്റിക് കവറുകളാണ് കേട്ടോ. നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഈ കവറുകളൊക്കെ കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് നല്ലൊരു ബട്ടർഫ്ലൈ ഇവിടെ ചെയ്തേക്കുന്നത്. തൊട്ടടുത്ത് തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള കൂണാണ് ചെയ്തേക്കുന്നത്. ഇത് കുറേയേറെ പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ കൊണ്ട് ചെയ്തേക്കുന്ന ഫിഷാണ് കേട്ടോ. അടുത്തതായി വലിയൊരു ഒക്ടോപ്പസ് ആണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നത്. ഇത് മുഴുവൻ ഫോയിൽ പ്ലേറ്റ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ബിരിയാണി ഊണൊക്കെ വാങ്ങിയിട്ട് കളയുന്ന ആ ഫോയിൽ പ്ലേറ്റില്ലേ, അത് വെച്ചിട്ടാണ് ഈ ഒക്ടോപ്പസിനെ ഇവിടെ ചെയ്തേക്കുന്നത്. പാമ്പിനെ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് നിറയെ പ്ലാസ്റ്റിക് കവറുകളാണ്. അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ലേസിൻ്റെയും ബിങ്കോയുടെ ഒക്കെ കവറുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ഒരു പാമ്പിനെ അവിടെ ചെയ്തേക്കുന്നത്. തൊട്ടടുത്ത് തന്നെ വലിയൊരു ഡ്രാഗൺ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രാഗൺ എന്ന് പറയുന്നത് മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലാണ് ചെയ്തേക്കുന്നത്. അതായത് സിമൻറ്റ്, അരിയൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ചാക്കുകളില്ലേ, അതിൽ കളറടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇതെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ചെയ്തേക്കുന്ന ആർച്ചാണ് കേട്ടോ. ഇവിടെയൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒത്തിരി പേർ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇതിനെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, നിറയെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കളറടിച്ചാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. എല്ലാ സംഭവങ്ങളും വളരെ ക്രിയേറ്റീവായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ഇത് വലിയൊരു മെഴുകുതിരിയാണ്. ഇവിടെ മുതലാണ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ്. സഹകരണ എക്സ്പോയുടെ ഭാഗമായി ഒത്തിരി സ്റ്റോളുകൾ ഇതിനുള്ളിലുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിമാർ നാളിതുവരെയുള്ള ആൾക്കാരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് എക്സ്പോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആഡാണ് കേട്ടോ.
ഇവിടെ ഇതാ കുറേയേറെ ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് നടന്നിട്ടുള്ള ഓരോരോ സാമൂഹ്യ പ്രശ്നങ്ങളുടെയും അവയുടെ വിശദ വിവരങ്ങളും ഇത് വരച്ച ആളും എല്ലാം ദാ ഈ ഫോട്ടോയുടെ അടിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മുന്നിലേക്ക് വരുമ്പോൾ ദാ ഇതുപോലുള്ള ഒത്തിരി വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെയിൽസിന് വെച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ദാ ഇവിടെ കണ്ടില്ലേ ഒരു ആനയുടെ രൂപത്തിൽ ഒത്തിരി ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലുള്ള ആമാട പെട്ടികളുണ്ട്. ഇവയുടെ വിലകളെന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള വലിയ വിലകളാണ്. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കൊന്നും അധികം പെട്ടെന്ന് കയറി വാങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ലൊരു അടിപൊളി നടരാജ വിഗ്രഹം ഉണ്ടായിരുന്നു. കൂടാതെ ഇവിടെ ചാരുകസേരയിൽ ആടുന്ന നല്ലൊരു ഗണപതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഒരു അടിപൊളി വിഗ്രഹവും ഉണ്ടായിരുന്നു. ഇത്രയാണ് എനിക്കിതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണ വിഗ്രഹവും നടരാജ വിഗ്രഹവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറേയേറെ വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല സൂപ്പർ സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല അതുപോലെ തന്നെ വളരെ സൂപ്പറാണ് അതിൻ്റെ വിലയും. ഒരു നടരാജ വിഗ്രഹത്തിൻ്റെ വില നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. പക്ഷേ അവിടെ ഇരിക്കുന്ന കളക്ഷൻസ് എല്ലാം വളരെ മനോഹരമാണ്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത സംഭവം നോക്കിത്തരാം. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് സ്റ്റോളുണ്ട്. കണ്ടിട്ട് പെയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാം. എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. മറ്റെല്ലാ എക്സ്പോയിലും ഉള്ളതുപോലെ തന്നെ ഒത്തിരി പ്രോഡക്റ്റുകൾ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ബുക്സൊക്കെ നല്ല വിലക്കുറവിനുണ്ടായിരുന്നു. കൂടാതെ ഇതാ ചെടിച്ചട്ടിയൊക്കെ വിലക്കുറവാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ബലൂണ് വാങ്ങണമെന്ന് തോന്നി. ഇതാ ഇവിടെ ബലൂണ് സെയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാക്കറ്റ് 80 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇതിൽ ഏകദേശം 90 ബലൂണോളം ഉണ്ടായിരുന്നു. അടുത്തതായി ഇവിടെ പ്ലാന്റിൻ്റെ ഒരു സെയിലാണ് ഉണ്ടായിരുന്നത്. ഈ ജെറിബറ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നിന്ന് നോക്കും. എന്തായാലും ഈ ചെടികളൊന്നും വാങ്ങാതെ ആരും പോകത്തില്ല. ഇത് മാത്രമല്ല ഇവിടെ ഓർക്കിഡുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇതൊരു ഗെയിം സോണാണ്. ഇവിടെ ഈ കേരള ബാങ്കിൻ്റെ എംബ്ലം അവർ പറയുന്ന 5 മിനിറ്റിനുള്ളിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീഷർട്ട് സമ്മാനമായി കിട്ടും. പക്ഷേ ഞങ്ങൾ 5 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു നെയിം സ്ലിപ്പും ബലൂണും മാത്രമാണ് കിട്ടിയത്. വീണ്ടും മുന്നിലേക്ക് വന്നപ്പോൾ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൂക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആരായാലും വാങ്ങിപ്പോവും. കണ്ടില്ലേ പൂക്കൾ പല വർണ്ണങ്ങളിൽ ഇങ്ങനെ വാരി വിതറി നിൽക്കുകയാണ്. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ. ഈ കാണുന്നത് വളരെ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയാണ് കേട്ടോ. ഇത് മാത്രമല്ല ഇവിടെ പലതരത്തിലുള്ള മധുര പലഹാരങ്ങളും അച്ചാറുകളും പിന്നെ കണ്ടില്ലേ ഉണക്ക മീനുകൾ ഇങ്ങനെ പാക്കറ്റിലാക്കി വച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കസവുമുണ്ടുകൾ, പലതരത്തിലുള്ള ശീതള പാനീയങ്ങൾ, വയനാടൻ വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ എണ്ണ, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ സെയിൽസിനുണ്ട്. ഇവിടെ മുള കൊണ്ട് ചുരുൾ കൊണ്ടൊക്കെയുള്ള പലതരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ ഒരാളിരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ചൂരൽ കെട്ടുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചൂരലിന് 20 രൂപയാണ്. അപ്പോൾ ചൂരൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ടെസ്റ്റിന് ശേഷം ചൂരൽ വേണ്ടെന്ന് തീരുമാനിച്ചു. എക്സ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയും പാഴായിട്ടുള്ള ടയറുകൾ കൊണ്ട് ഒരു അലങ്കാരപ്പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ കനകക്കുന്നിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. പിന്നെ ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഇവിടെ എന്തൊക്കെയോ ഇതൊക്കെ നടക്കുന്നുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്ര മണിയായി? 3 മണിയാവാറ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രോഗ്രാംസ് ഒന്നും കാണാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇനി രാത്രിയാകുമ്പോൾ പ്രോഗ്രാംസ് കുറച്ചും കൂടി അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും പകലും ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.